ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി നൈസ് ആയിട്ടുള്ള പത്തിരിയുടെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പത്തിരി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എത്ര കഴിച്ചാലും മടുക്കാത്ത, അതുപോലെ തന്നെ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി നൈസ് പത്തിരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റും മയമായിട്ട് കിട്ടും. ഞാനിവിടെ ഇതേപോലെ ഒരു സ്പൂൺ അളവിൽ 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. വെള്ളം എടുത്തിട്ടുള്ള അതേ കപ്പ് അളവിൽ തന്നെ 1.25 കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു വെള്ളം ഇതിലേക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല വെള്ളം കുറയുകയും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിലാണ് ഇതുപോലെ വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്പാച്ച് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഒരു 1.5 മിനിറ്റ് മാത്രം ഇതൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഒരു ചൂടോടെ തന്നെ നമ്മളിത് നല്ലപോലെ കുഴച്ചെടുക്കണം. നമ്മുടെ കൈ നല്ലപോലെ ചൂടാവുന്നത് കൊണ്ട് കുറച്ച് ഇതുപോലെ വെള്ളം 2 പിടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കുഴച്ചിട്ടെടുക്കാം. ഇത് കുഴച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ നല്ലപോലെ ചൂടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളത്തിൽ കൈ മുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ചൂടോടെ തന്നെ കുഴച്ചെടുത്താലേ നല്ല കറക്റ്റ് പരുവത്തിന് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന ഏതെങ്കിലും പാത്രത്തിൽ ഇട്ടിട്ടോ കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറേ നേരം വെച്ചിരിക്കരുത്. നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. കുറേ നേരം വെച്ചിരിക്കുമ്പോൾ മാവ് ഡ്രൈ ആയി പോവും. അങ്ങനെ അറിയാതെ അഥവാ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതേപോലെ ബോൾസാക്കി എടുക്കാൻ സമയത്ത് ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കറക്റ്റ് കുഴച്ചിട്ട് റെഡിയാക്കിയിട്ടേ ഇങ്ങനെ ചെയ്തെടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരി അത്ര വലിയ സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇപ്പൊ ഞാനിവിടെ മാവെല്ലാം ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടിക്ക് പകരം മൈദപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അധികം അമർത്തി കൊടുക്കാതെ നല്ല നൈസായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എത്രത്തോളം പരത്തിയെടുക്കാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് വലിച്ച് പരത്തിയെടുക്കുക. ഇനി വക്ക് മൂർച്ചയായിട്ടുള്ള ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന്റെ വക്കൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ കാണാനും നല്ല ഭംഗിയുണ്ടാവും. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കി ഭാഗം നമുക്ക് പിന്നെയും അതൊന്ന് ബോൾസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി വരുന്ന എല്ലാ മാവും കൂടെ ഒന്നിച്ചൊന്നുകൂടെ കുഴച്ചിട്ട് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ഞാനിത് എത്രത്തോളം നൈസായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ അത് കണ്ടില്ലേ, നല്ല നൈസായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ അടുത്ത ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഒരുപാട് ബലം കൊടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതാ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി മാവ് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ പരത്തി കട്ട് ചെയ്ത് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 4-5 സെക്കൻഡ് വെച്ചു കൊടുത്ത ശേഷം ഇനി മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗവും അതേപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഒന്നുകൂടി ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ആദ്യം തന്നെ ഇത് വേവിച്ചെടുത്ത മാവായതുകൊണ്ടും അതുപോലെ ഇത് നൈസായിട്ട് പരത്തിയെടുത്തതുകൊണ്ടും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ ഇത് നന്നായിട്ട് പൊള്ളി വരും. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം വെന്ത് കിട്ടിയ പോലെ തന്നെ ഇനി ആ ഭാഗം കൂടി ഒന്ന് വേവാനുണ്ട്. ഇത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല. ചൂടാറി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക.
ഇപ്പോൾ ദാ ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ പൊള്ളി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. നമ്മളിതിൽ പരത്താൻ നേരത്ത് പൊടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ പൊടി ഈ ഒരു പാനിലുണ്ടാവും. അത് നമ്മളൊന്ന് തുടച്ച് മാറ്റണം. എന്നതിന് ശേഷം മാത്രം വീണ്ടും അടുത്തത് ഒരെണ്ണം ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പൊടി അവിടെ തന്നെ കിടന്ന് അടുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കരിഞ്ഞ് കാണിക്കും. ഇപ്പം ഞാനിതാ അടുത്തതും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ എല്ലാം ഇതേപോലെ ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് കീറി കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അകമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.